ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത മൂവിയാണ്. മൂവിയുടെ പേര് പാളയം PC. ഈ മൂവിയിലെ ഹീറോ ആണെങ്കിൽ ഒരു ആക്ടിവിസ്റ്റിന് പ്രൊട്ടക്ഷൻ നൽകാനായി പോകുന്നു. എന്നാൽ അവർ താമസിച്ചിരുന്ന വീട്ടിലെ ഒരു പെൺകുട്ടി 2 വർഷത്തിന് മുമ്പ് കൊല ചെയ്യപ്പെട്ടിരുന്നു. പക്ഷെ പോലീസിന് ആ കൊലയാളിയെ കണ്ടെത്താനായില്ല. അപ്പോൾ നമ്മുടെ ഹീറോ ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. ഹീറോയ്ക്ക് ഈ കൊലയാളിയെ കണ്ടെത്താൻ കഴിയുമോ ഇല്ലയോ, ആരാണ് ഈ കൊല ചെയ്തത് എന്നെല്ലാം നമുക്ക് ഈ മൂവിയിലൂടെ കാണാം. ഇതിനു മുമ്പായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ ആ മൂവിയിലേക്ക് പോയാലോ. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ ആയ ചന്ദ്രന് മികച്ച പോലീസുകാരനുള്ള അവാർഡ് കിട്ടുന്നു. പക്ഷേ ഈ അവാർഡ് യാഥാർത്ഥ്യമായിരുന്നില്ല, മറിച്ച് ചന്ദ്രൻ ദിവാസ്വപ്നം കണ്ടതായിരുന്നു. ഈ കാര്യം മറ്റു പോലീസുകാരോട് പറയുമ്പോൾ ഇങ്ങനെ സ്വപ്നം കണ്ട് സമയം കളയാതെന്ന് പറഞ്ഞ് അവർ ചന്ദ്രനെ കളിയാക്കുന്നു. ആ ടൈമിൽ സ്റ്റേഷനിലേക്ക് ഒരു കേസ് വരുന്നു. അതായത് ഒരു കപ്പിൾ പൊതുസ്ഥലത്ത് വെച്ച് വഴക്കുണ്ടാക്കി. അപ്പോൾ പോലീസ് ഇവരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. എന്നിട്ട് ഇവരുടെ പ്രശ്നം എന്താണെന്ന് പോലീസ് ചോദിക്കുമ്പോൾ ഹസ്ബൻഡ് പറയുകയാണ്, അത് സാർ, ഞാൻ ജോലി കഴിഞ്ഞ് വന്നാലും ഇവൾ റീൽസും ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഒരു തുള്ളി വെള്ളം പോലും എടുത്തു തരില്ല. അത് മാത്രമല്ല, സൗന്ദര്യം എനിക്കലാണ് ഇവളുടെ എപ്പോഴത്തെയും ജോലി. ഇത് കേട്ടപ്പോൾ പോലീസ് ആ വൈഫിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ചെയ്തുകൂടെ? അത് സാർ, എനിക്ക് മറ്റു ജോലികളൊന്നും ചെയ്യാൻ കഴിയുകയില്ല, കാരണം എനിക്ക് ആസ്മയുണ്ടെന്ന് ആ സ്ത്രീ പറയുമ്പോൾ ഇത് കേട്ടപ്പോൾ SI പറയുകയാണ്, എന്നാൽ നിങ്ങൾക്ക് യോഗ ക്ലാസ്സിന് പൊയ്ക്കൂടെ? അവരെ യോഗയ്ക്ക് വിടണമെന്ന് ആ ഹസ്ബൻഡിനോട് SI ആവശ്യപ്പെട്ടിട്ട് അവരെ ഒരുവിധം പറഞ്ഞു മനസ്സിലാക്കി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് രാത്രിയാകുമ്പോൾ ഹീറോ ആയ ചന്ദ്രന് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ആ ഡ്യൂട്ടി ചെയ്യാനായി പാളയം ടൗണിലേക്ക് വരുന്നു. എന്നിട്ട് ഭാര്യയെ വിളിച്ചിട്ട് ഇതുപോലെ കള്ളന്മാരുടെ ശല്യമുണ്ട്, ജനലും വാതിലും എല്ലാം അടച്ച് സുരക്ഷിതമായി ഇരിക്കാനെന്ന് ഭാര്യയോട് പറയുന്നു. അത് കഴിഞ്ഞ് ചന്ദ്രൻ അവിടെ ഇരിക്കുമ്പോഴുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീയും അത് കഴിഞ്ഞ് ഒരു പുരുഷനും അവിടെ വരുന്നു. അവരൊക്കെ പാവപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് കുറച്ച് പണം നൽകി ചന്ദ്രൻ സഹായിക്കുന്നുണ്ട്. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്ത ദിവസം ചന്ദ്രൻ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ഭാര്യ അടുക്കളയിലും പുറത്തുമായി നല്ല ജോലിയിലാണ്. ചന്ദ്രനും അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട ഭാര്യ ചന്ദ്രനോട് പറയുകയാണ്, നിങ്ങൾ ഇന്നലെ രാത്രി മുഴുവൻ വർക്ക് ചെയ്തതല്ലേ, അതുകൊണ്ട് പോയി കിടന്നുറങ്ങിക്കോളൂ. ഇത് കേട്ട് ചന്ദ്രനും വിട്ടുകൊടുത്തില്ല. അവനും പറയുന്നു, നീ രാപകൽ ജോലിയിലല്ലേ, അതുകൊണ്ട് നീ പോയി റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ നമുക്കിന്ന് ഔട്ടിങ്ങിന് പോയാലോ. ഇത് കേട്ടപ്പോൾ ഭാര്യയ്ക്കും മകനും സന്തോഷമാകുന്നു. അങ്ങനെ അവർ ഔട്ടിങ്ങിന് പോയിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നു. ആ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് വാസു എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ ഒരു മടക്കടയിൽ വന്നിട്ട് ചന്ദ്രനെ പറ്റി അന്വേഷിക്കുന്നു. അപ്പോൾ ആ കടക്കാരൻ പറയുകയാണ്, ചന്ദ്രൻ സാർ ഇപ്പോൾ അങ്ങോട്ട് പോയതേ ഉള്ളൂ, എന്താണ് കാര്യം, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ വാസു അവന്റെ പേര് പറയുന്നു. ഇത് കഴിഞ്ഞ് ഒരു ഓട്ടോ ഡ്രൈവർ ആണെങ്കിൽ ചന്ദ്രനെ വിളിച്ചിട്ട് സാറിനെ ഒരാൾ അന്വേഷിച്ച് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ചന്ദ്രൻ അയാളുടെ പേര് ചോദിച്ചു. അത് അടിവാരം വാസു എന്നാണ് അയാൾ പറഞ്ഞതെന്ന് ഓട്ടോ ഡ്രൈവർ പറയുമ്പോൾ ചന്ദ്രൻ അവിടെ ഷോക്ക് ആവുകയാണ്. അപ്പോൾ ഈ വാസുവുമായി ചന്ദ്രന് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ വീട്ടിലേക്ക് വരുമ്പോഴും ചന്ദ്രൻ ആകെ തളർന്നാണ് വരുന്നത്. അപ്പോൾ ഭാര്യ എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ഇല്ല, ഒരു പ്രശ്നവും ഇല്ലെന്ന് ചന്ദ്രൻ പറയുന്നു. ആ സമയം വാസുവിന്റെ കോൾ വരികയാണ്. വാസു ചന്ദ്രനോട് പറയുന്നത്, സാർ നമുക്ക് മീറ്റ് ചെയ്യണം, ഞാൻ ബീച്ചിൽ കാത്തു നിൽക്കും, സാർ ഉടനെ അങ്ങോട്ടേക്ക് വരണമെന്ന് പറയുന്നു. അതനുസരിച്ച് ചന്ദ്രനാണെങ്കിൽ ഒരു ഓട്ടോ വിളിച്ച് ബീച്ചിലേക്ക് പോകുന്നു. അപ്പോൾ ചന്ദ്രൻ ഓർക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നു. അതായത് വർഷങ്ങൾക്ക് മുമ്പ് വാസു തന്റെ ഭാര്യയ്ക്കും മകനുമൊപ്പം നല്ലൊരു ലൈഫായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം രാത്രിയിലാണെങ്കിൽ ഇതുപോലെ എസ്റ്റേറ്റിൽ കഞ്ചാവ് കൃഷി ചെയ്യുന്നതിനെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെന്ന് ചന്ദ്രൻ ഭാര്യയോട് പറയുമ്പോൾ ഭാര്യ പറയുന്നു, നിങ്ങൾ എന്തിനാ വേണ്ടാത്ത പണിക്ക് പോയത്, അവരൊക്കെ വലിയ പണക്കാരല്ലേ, ഈ കേസ് ഈസിയായി അവർക്ക് തേച്ച് മാച്ച് കളയാൻ പറ്റും. അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴുണ്ട് ആരോ കഥകന് മുട്ടുന്നു. വാസു ചെന്ന് കഥക തുറക്കുമ്പോഴുണ്ട് 2-3 ഗുണ്ടകൾ ചേർന്ന് വാസുവിനെയും വാസുവിന്റെ ഭാര്യയെയും ആക്രമിക്കുന്നു. എന്നിട്ട് വാസുവിനെ ആ ഗുണ്ടകൾ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. വാസുവിന്റെ വൈഫ് സ്പോട്ടിൽ തന്നെ മരിക്കുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രനും ടീമും സംഭവ സ്ഥലത്തെത്തി. അപ്പോഴുണ്ട് അകത്തു നിന്ന് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. ഈ കുഞ്ഞിന്റെ അമ്മ മരിച്ചു. അച്ഛനെയും അവർ കൊന്നു കാണുമെന്ന് കരുതി ചന്ദ്രൻ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടു പോകുന്നു. ചന്ദ്രന് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കുഞ്ഞിനെ അവർ എടുത്തുകൊണ്ടുപോയി സ്വന്തം മകനെ പോലെ വളർത്തുന്നു. അപ്പോൾ ചന്ദ്രന്റെ കൂടെയുള്ള കുട്ടി യഥാർത്ഥത്തിൽ വാസുവിന്റെ കുട്ടിയാണ്. ഇവിടെ ചന്ദ്രൻ ടെൻഷൻ അടിക്കുന്നതിന് കാരണം വാസു സ്വന്തം കുട്ടിയെ കൊണ്ടുപോകുമെന്ന് കരുതിയാണ്. അങ്ങനെ ചന്ദ്രൻ വാസുവിനെ ബീച്ചിൽ പോയി കാണുമ്പോൾ വാസു പറയുകയാണ്, സാർ, എനിക്ക് എന്റെ മകനെ വേണമെന്ന് പറയുമ്പോൾ ചന്ദ്രൻ പറയുകയാണ്, നിനക്ക് നിന്റെ മകനെ കൊണ്ടുപോകാനുള്ള അവകാശമുണ്ട്, എന്നിരുന്നാലും ഇത്രയും നാളും ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം മകനെ പോലെയാണ് അവനെ വളർത്തിയത്, അവനില്ലാതെ ഞങ്ങൾക്കിനി ജീവിക്കാൻ കഴിയുകയില്ലെന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ മകനെ വേണമെന്ന് പറയുമ്പോൾ സ്വന്തം മകനോടുള്ള ഇവരുടെ സ്നേഹം കണ്ടിട്ട് വാസു വേറെ നിവർത്തിയില്ലാതെ അവിടെ നിന്ന് പോകുന്നു.
ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് ആക്ടിവിസ്റ്റായ ചിഞ്ചുറാണിക്ക് വധഭീഷണി ഉണ്ടാകുന്നു. അപ്പോൾ ചിഞ്ചുറാണിക്ക് പ്രൊട്ടക്ഷൻ നൽകാനായി 4 പോലീസുകാരെ നിയമിക്കുന്നു. ആ കൂട്ടത്തിൽ ചന്ദ്രനും ഉണ്ടായിരുന്നു. ചന്ദ്രനാണ് ഈ ടീമിന്റെ ലീഡർ. അങ്ങനെ ആ 4 പോലീസുകാരൻ ചിഞ്ചുറാണിക്ക് പ്രൊട്ടക്ഷനായി ചിഞ്ചുറാണിയുടെ വീട്ടിലേക്ക് വരുന്നു. 2 ലേഡി പോലീസ് കോൺസ്റ്റബിളിന് ചിഞ്ചുറാണിയുടെ വീട്ടിലും ചന്ദ്രനും മറ്റൊരു പോലീസുകാരനും അടുത്തൊരു പഴയ വീട്ടിലാണ് താമസിക്കാനായി സൗകര്യമൊരുക്കിയിരിക്കുന്നത്. അങ്ങനെ ചന്ദ്രനും മറ്റേ പോലീസുകാരനും കൂടി ആ വീട്ടിലേക്ക് പോകുന്നു. ഇതൊരു ഗ്രാമപ്രദേശമായതിനാൽ ഇവിടെ കൂടുതൽ ഹോട്ടലുകളൊന്നും ഇല്ല. അപ്പോൾ ചെറിയൊരു ഹോട്ടൽ നടത്തുന്ന പത്രോസിനെ ചിഞ്ചുറാണിയുടെ ഭർത്താവ് ചന്ദ്രന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി എന്തെങ്കിലും ഫുഡിന് ആവശ്യമുണ്ടെങ്കിൽ പത്രോസിനോട് പറഞ്ഞാൽ മതിയെന്നാണ് ചിഞ്ചുറാണിയുടെ ഭർത്താവ് അപ്പോൾ പറയുന്നത്. ഇതിനിടെ ചന്ദ്രന്റെ കൂടെ ഉണ്ടായിരുന്ന ആ കോൺസ്റ്റബിൾ പത്രോസിനോട് ചോദിക്കുവാണ്, ഇവിടെ എന്തെങ്കിലും ചാരായം കിട്ടാൻ വഴിയുണ്ടോ? ആ സാധനം വാങ്ങണമെങ്കിൽ കുറച്ച് ദൂരെ പോകണം, എന്നാലും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പത്രോസ് അവിടെ നിന്ന് പോകുന്നു. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് ആ 2 ലേഡി കോൺസ്റ്റബിളിനെയും ചിഞ്ചുറാണിയും കാണിക്കുന്നു. അപ്പോൾ കോൺസ്റ്റബിൾ ചിഞ്ചുറാണിയോട് മകനെ പറ്റി അന്വേഷിക്കുമ്പോൾ മകൻ പുറത്താണ് പഠിക്കുന്നത്, അവൻ തോന്നുമ്പോഴാണ് വീട്ടിൽ വരുന്നതെന്ന് ചിഞ്ചുറാണി പറയുന്നു. ആ ടൈം കോളേജിൽ പഠിക്കുന്ന ചിഞ്ചുറാണിയുടെ മകനെ കാണിക്കുന്നു. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് ചിഞ്ചുറാണിക്ക് പ്രൊട്ടക്ഷൻ നൽകാനായി വന്ന പോലീസുകാരെ കാണാനായി പള്ളിയിലെ അച്ഛൻ വരുന്നു. അപ്പോൾ അച്ഛൻ ചന്ദ്രനെ പരിചയപ്പെട്ടതിന് ശേഷം പറയുകയാണ്, ഏതോ പെണ്ണുങ്ങൾ കാണിക്കുന്ന കുരുത്തക്കേടിന് നിങ്ങൾ പോലീസുകാരാണ് ബലിയാടാകുന്നത്. അതുപോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് അന്ന് രാത്രി പത്രോസ് ആണെങ്കിൽ ചാരായവുമായിട്ട് ചന്ദ്രന്റെ വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് പത്രോസ് ആണെങ്കിൽ കോൺസ്റ്റബിളിനോട് ചോദിക്കുകയാണ്, സാർ എങ്ങനെയുണ്ട് ഇവിടുത്തെ താമസം? എന്തെങ്കിലും അനക്കം കേൾക്കുന്നുണ്ടോ? ഇവിടെ 2 വർഷത്തിന് മുമ്പ് ഒരു പെൺകുട്ടി, അതായത് റോസ്മേരി കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ അവളുടെ ആത്മാവ് ഇവിടെ ചുറ്റി നടക്കുന്നുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ കേസ് ഇതുവരെ തെളിഞ്ഞിട്ടില്ലെന്ന് പത്രോസ് പറയുമ്പോൾ ചന്ദ്രൻ അവിടേക്ക് വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ഈ വീടിനെ പറ്റിയും റോസ്മേരിയെ പറ്റിയും ഈ ഗ്രാമത്തെ കുറിച്ചും എല്ലാം അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ശേഷം കോൺസ്റ്റബിൾ ആണെങ്കിൽ ചാരായ പത്രോസിന് നീട്ടുമ്പോൾ പത്രോസ് പറയുകയാണ്, ഇല്ല സാർ, ഞാൻ കുടിക്കാറില്ല. ഞാൻ കഴിക്കുന്നത് ഒരു പാക്കാണ്. ആ പാക്ക് കഴിക്കുമ്പോൾ കുറച്ചുകൂടെ തരിപ്പാണ്. ഇത് പറഞ്ഞിട്ട് ആ പാക്കെടുത്ത് പത്രോസ് കോൺസ്റ്റബിളിന് കൊടുക്കുന്നു. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്ത ദിവസം ചന്ദ്രൻ വർക്ക് ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലെ SI കാണിക്കുന്നു. അവർ വാഹന പരിശോധനയിൽ നിൽക്കുമ്പോഴുണ്ട് മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റേഷനിൽ വന്ന ഒരു കപ്പിളിനെ കണ്ടില്ലേ? ആ കപ്പിളിലെ ഭർത്താവ് വന്നിട്ട് SIയോട് പറയുകയാണ്, സാർ പറഞ്ഞതനുസരിച്ച് ഞാൻ അവളെ യോഗ ക്ലാസ്സിന് വിട്ടു. പക്ഷേ ആ യോഗാചാര്യനുമായി അവൾ ഒളിച്ചോടി പോയി. അവർ എവിടെയുണ്ടെന്ന് ഞാൻ കണ്ടെത്തി സാർ. അവൻ പക്കാ ഫ്രോഡാണ്. അവൻ ലഹരി മാഫിയയുടെ ഒരു ലീഡറാണ്. ഇതുപോലെ ഓരോ പെൺകുട്ടികളെയും കൊണ്ടുവന്നിട്ട് അവൻ ദുരുപയോഗം ചെയ്യുന്നു. സാറിന്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞതനുസരിച്ച് പോലീസ് അവനെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവൻ പറഞ്ഞത് സത്യമാണെന്ന് പോലീസിന് മനസ്സിലായി. അതായത് ഒരുപാട് പെൺകുട്ടികൾ ഇവന്റെ ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. അവരെ എല്ലാവരെയും പോലീസ് രക്ഷപ്പെടുത്തുന്നു. ഈ സീൻ അവിടെ കട്ട് ചെയ്തിട്ട് അടുത്തതായി കാണിക്കുന്നത് ചന്ദ്രൻ രാത്രിയിലാണെങ്കിൽ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഒരു കടയിൽ വരുന്നു. അങ്ങനെ സാധനങ്ങൾ വാങ്ങി തിരികെ നടക്കുമ്പോൾ അടുത്ത ഷോപ്പിന്റെ വിൻഡോയിൽ കൂടി ചന്ദ്രൻ എന്തോ നോക്കുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് നമ്മളെ കാണിക്കുന്നില്ല. പിന്നീട് അടുത്ത ദിവസം രാവിലെ കോൺസ്റ്റബിളും ചന്ദ്രനും കൂടി ഇരുന്ന് സംസാരിക്കുന്നു. അപ്പോൾ കോൺസ്റ്റബിൾ പറയുന്നത്, ആ പെണ്ണിന്റെ പ്രേതം ഇവിടെ ചുറ്റി നടക്കുകയാണെന്നും തോന്നുന്നു. ഇവിടെ എല്ലായിടത്തും ഒരു രക്തത്തിന്റെ മണമാണ്. അപ്പോൾ ചന്ദ്രൻ പറയുന്നു, അത് തനിക്ക് തോന്നുന്നതാണ്. ഇവിടെ അടുക്കള ക്ലീൻ ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് വല്ലപ്പോഴെങ്കിലും ഒരു കട്ടൻ ചായ ഇട്ട് കുടിക്കാമല്ലോ. ഇത് കേട്ട് കോൺസ്റ്റബിൾ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ആ കട്ടൻ ചായക്ക് രക്തത്തിന്റെ രുചിയായിരിക്കും. എന്നാൽ താൻ ചെയ്യണ്ട, ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ അവിടെ നിന്ന് അടുക്കളയിലേക്ക് വരുന്നു. എന്നാൽ ഗ്യാസ് തീർന്നിരിക്കുകയാണ്. ചന്ദ്രൻ കട്ടൻ ചായ ഇടാനായി വിറക് നോക്കുമ്പോൾ അവിടെ എന്തോ ഒന്ന് കണ്ട് ഷോക്കാകുന്നു. പക്ഷെ അതെന്താണെന്ന് നമ്മളെ കാണിക്കുന്നില്ല. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്ത ദിവസം രാവിലെ ചിഞ്ചുറാണിയുടെ വീടിന്റെ ഭിത്തിയിൽ ആരോ ചിഞ്ചുറാണി തെറി വിളിച്ചുകൊണ്ട് എന്തോ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് ചിഞ്ചുറാണി ആണെങ്കിൽ ലേഡീസ് കോൺസ്റ്റബിളിനോട് ദേഷ്യപ്പെടുന്നു. കാരണം ഇവർ ഇവിടെ ഉണ്ടായിട്ട് ആരാണ് ഇത് എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ അശ്രദ്ധ കാരണമാണ് ഇതെല്ലാം പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുന്നു. ഉടനെ ചന്ദ്രനും അവിടെ എത്തിയിട്ട് ഇനി ഇങ്ങനെ ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് ചിഞ്ചുറാണിക്ക് വാക്ക് നൽകുന്നു. ഈ സീൻ അവിടെ കട്ട് ചെയ്തിട്ട് അടുത്തതായി കാണിക്കുന്നത് ചന്ദ്രൻ ആണെങ്കിൽ SIയെ വിളിച്ചിട്ട് പറയുന്നു, സാർ ഞാൻ 2 വർഷത്തിന് മുമ്പ് മരിച്ച ആ റോസ്മേരിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ചില എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ ഈ കേസ് അന്വേഷിക്കട്ടെ എന്ന് ചന്ദ്രൻ ചോദിക്കുമ്പോൾ SI പറയുന്നു, ഓക്കെ, നിങ്ങൾ അന്വേഷിച്ചോളൂ. പക്ഷേ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജോലി പ്രൊട്ടക്ഷൻ ആണ്. അതുകൊണ്ട് ആ ജോലിയിൽ ഫോക്കസ് ചെയ്യാതിരിക്കരുത്. ചന്ദ്രൻ അത് എഗ്രി ചെയ്തിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. ഈ സീൻ അവിടെ കട്ട് ചെയ്തിട്ട് അടുത്തതായി ഒരു കണ്ണാടിക്കാരനെ കാണിക്കുന്നു. ഈ കണ്ണാടിക്കാരൻ റോസ്മേരിയെ വിവാഹം ചെയ്യാനിരുന്ന ആളായിരുന്നു. അപ്പോൾ ചന്ദ്രൻ ആണെങ്കിൽ ആ കണ്ണാടിക്കാരനെ വിളിച്ചു വരുത്തിയിട്ട് വിസ്തരിക്കുമ്പോൾ അയാൾ പറയുന്നത്, സാർ ഞാൻ ഈ കേസിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചു. എന്നിരുന്നാലും ആ കൊലയാളിയെ കണ്ടെത്തണം. എന്നിട്ട് അവൻ അറിയാവുന്ന കാര്യങ്ങൾ അവിടെ പറയുന്നു. അതായത് 2 വർഷത്തിനു മുമ്പ് ആ കണ്ണാടിക്കാരൻ റോസ്മേരിയെ ഒരു ചർച്ചിൽ വെച്ച് കണ്ടു. ആദ്യം കണ്ട മാത്രമേ തന്നെ അവന് അവളെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ കാര്യം അവനാണെങ്കിൽ ഫാദറിനോട് ചെന്ന് പറയുന്നു. എന്നാൽ അതേ ടൈം ആണെങ്കിൽ ചിഞ്ചറാണിയുടെ മകനും റോസ്മേരിയെ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ റോസ്മേരി അവനും അവന്റെ ഗ്യാങ്ങിനുമെതിരെ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ കണ്ണാടിക്കാരൻ റോസ്മേരിയോട് ചെന്ന് തന്റെ ഇഷ്ടം തുറന്നു പറയുമ്പോൾ റോസ്മേരി പറയുന്നു,
അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എസ്റ്റേറ്റിന്റെ മാനേജറായി വർക്ക് ചെയ്ത ലോറൻസ് എന്ന് പറയുന്ന ഒരു പയ്യനുമായി റോസ്മേരി പ്രണയത്തിലാകുന്നു. എന്നാൽ അവനാണെങ്കിൽ ഒരു പക്കാ സൈക്കോ ആയിരുന്നു. എന്നാൽ റോസ്മേരി ആണെങ്കിൽ അതറിയാതെ അവനെ പ്രണയിക്കുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ലോറൻസിന്റെ അസിസ്റ്റന്റ് ലോറൻസിനോട് പറയുകയാണ്, സാർ ആ റോസ്മേരിയുമായി ചുറ്റിക്കറങ്ങുന്നത് കണ്ടല്ലോ, അവളെ ഇഷ്ടമാണെങ്കിൽ അവളെ കെട്ടിക്കൂടെ, അതോ മറ്റു പെൺകുട്ടികളോട് കാണിച്ചതുപോലെ കാര്യം കഴിഞ്ഞിട്ട് അവളെയും ഉപേക്ഷിക്കാനാണോ? ഇത് കേട്ടപ്പോൾ ലോറൻസ് ആണെങ്കിൽ ബിയർ കുപ്പി എടുത്ത് അവന്റെ തലയ്ക്കടിച്ചു. അങ്ങനെ അവൻ ഹോസ്പിറ്റലിലാവുകയാണ്. അപ്പോൾ ഇവരെ കാണാനായി റോസ്മേരിയും റോസ്മേരിയുടെ അമ്മയും കൂടി വരുമ്പോൾ അവൻ പറയുകയാണ്, മോളെ അവൻ പക്ക സൈക്കോ ആണ്, ഇത് കണ്ടില്ലേ എന്റെ തലക്കടിച്ചത്, മോൾക്ക് ഇനിയും നേരമുണ്ട് അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ. അപ്പോൾ ഇതെല്ലാം കേട്ട് കൺഫ്യൂഷനിലായ റോസ്മേരി ആണെങ്കിൽ ലോറൻസിനെ കാണാനായി അവൻ താമസിക്കുന്നിടത്തേക്ക് വരുന്നു. എന്നാൽ അവൾ എത്ര വിളിച്ചിട്ടും അവനാണെങ്കിൽ കതക് തുറക്കുന്നില്ല. അതുകൊണ്ട് അവൾ ബാക്ക് ഡോറിൽ കൂടെ അകത്ത് ചെന്ന് നോക്കുമ്പോൾ അവനാണെങ്കിൽ ബാത്ത് ടബിൽ കിടക്കുകയാണ്. അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ട് അവൻ മരിച്ചെന്ന് ചൊല്ലി അവൾ സൂക്ഷിച്ചു നോക്കുമ്പോഴുണ്ട് അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വരുന്നു. ഇത് കണ്ട് ഭയന്ന് അവൾ അവിടെ നിന്ന് ഓടിപ്പോയി. ഈ സംഭവം കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും റോസ്മേരിയുടെ അമ്മ മരിച്ചുപോയി. അത് കഴിഞ്ഞ് അവൾ ഒരു ദിവസം അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാട് വഴി വരുമ്പോഴുണ്ട് ആരോ അവളുടെ പേര് വിളിക്കുന്നു. അവൾ തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട് അത് മറ്റാരുമല്ല ലോറൻസ് ആണ്. അവൾ പെട്ടെന്ന് ഇവനെ കണ്ടിട്ട് ഓടി. എന്നാൽ അവനാണെങ്കിൽ അവളെ പിടികൂടിയിട്ട് അവളെ കേസ് ചെയ്യാനായിട്ട് വരുമ്പോൾ റോസ്മേരി ആണെങ്കിൽ കൈ കിട്ടിയ ഒരു കട്ട വെച്ച് അവന്റെ തലക്കടിച്ചു. അപ്പോൾ ഈ നടന്ന കാര്യങ്ങളെല്ലാം അവൾ ആ കണ്ണാടിക്കാരനോട് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടുന്നു. അങ്ങനെ അവൾ വീട്ടിൽ വന്നിട്ട് തനിച്ചിരിക്കുമ്പോഴുണ്ട് ചിഞ്ചുറാണിയുടെ മകനാണെങ്കിൽ അവിടെ വന്നിട്ട് അവളോട് മോശമായി സംസാരിക്കുന്നു. റോസ്മേരി ഉടനെ ഒരു കത്തി എടുത്തിട്ട് നീ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഇതെല്ലാമാണ് അന്ന് നടന്നതെന്ന് ആ കണ്ണാടിക്കാരൻ ചന്ദ്രനോട് പറയുന്നു. ഈ സീൻ അവിടെ കട്ട് ചെയ്തിട്ട് അടുത്തതായി കാണിക്കുന്നത് ചന്ദ്രനാണെങ്കിൽ ലോറൻസിന്റെ അസിസ്റ്റന്റിനെ പോയി കാണുന്നു. അപ്പോൾ ആ അസിസ്റ്റന്റ് പറയുന്നതാണ്, ഞാൻ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് മറ്റൊരിടത്താണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ആ സംഭവത്തിന് ശേഷം ഞാൻ അവനെ കണ്ടിട്ടില്ല. അവൻ ഇപ്പോൾ ബോംബെയിലുള്ള ഏതൊരു ഹോസ്പിറ്റലിൽ ചികിത്സയിലാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇത് മാത്രമേ എനിക്ക് അറിയുള്ളൂ എന്ന് അസിസ്റ്റന്റ് പറയുന്നു. ഈ സീൻ അവിടെ കട്ട് ചെയ്തിട്ട് അടുത്തതായി കാണിക്കുന്നത് പത്രോസ് ആണെങ്കിൽ ചന്ദ്രന്റെ വീട്ടിലെ എല്ലാവിധ ഹെൽപ്പും ചെയ്തു കൊടുക്കുന്നുണ്ട്. മറുവശത്ത് കോൺസ്റ്റബിളിനാണെങ്കിൽ ഒരു തരത്തിലും ഉറക്കം കിട്ടുന്നില്ല. അവന് റോസ്മേരിയുടെ പ്രേതത്തെ കുറിച്ച് ഓർത്ത് നല്ല രീതിയിൽ ഭയമുണ്ട്. അപ്പോൾ കോൺസ്റ്റബിൾ ആണെങ്കിൽ ചന്ദ്രനോട് ചെന്നിട്ട് പറയുകയാണ്, സാർ എനിക്ക് ഭാര്യയും മക്കളെയും കാണണമായിരുന്നു, അതുകൊണ്ട് ഞാൻ വീട് വരെ പോകട്ടെ എന്ന് സാർ എസ്ഐയോടൊന്ന് ചോദിക്കാമോ? ഇത് കേട്ട് ചന്ദ്രൻ പറയുകയാണ്, ഓക്കെ നീ പൊയ്ക്കോ, പക്ഷേ പകരം എനിക്ക് ഒരാളിനെ തരണം. കോൺസ്റ്റബിൾ വേഗം പത്രോസിനോട് ചോദിക്കുന്നു, നീ സാറിന്റെ കാര്യങ്ങൾ നോക്കി ഇവിടെ തന്നെ ഉണ്ടാകുമോ? ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് അതിന് സമ്മതിക്കുന്നു. അത് കഴിഞ്ഞ് ചന്ദ്രൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഗ്ലൗസ് അങ്ങനെ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുന്നു. പിന്നീട് അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ നാട്ടുകാരും പോലീസ് എല്ലാം ചന്ദ്രന്റെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് പോലീസ് പത്രോസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ പത്രോസ് ഇവിടെ എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത്? അതെന്താണെന്ന് വെച്ചാൽ ചന്ദ്രൻ ഒരു ദിവസം ഷോപ്പിൽ പോയി സാധനങ്ങൾ വാങ്ങിയിട്ട് വരുമ്പോൾ ഒരു ഷോപ്പിന്റെ വിൻഡോയിൽ കൂടി നോക്കിയില്ലേ? കാരണം പത്രോസ് അവിടെ ഇരുന്ന് ചാരായം കുടിക്കുന്നത് കണ്ടു. പത്രോസ് ഇതിനു മുമ്പ് ഇവരോട് ഡ്രിങ്ക്സ് കുടിക്കില്ലെന്ന് കള്ളം പറഞ്ഞിരുന്നു. അപ്പോൾ ചന്ദ്രന് പത്രോസിന്മേൽ ഒരു സംശയം തോന്നി തുടങ്ങി. അത് കഴിഞ്ഞ് ചന്ദ്രൻ വീട്ടിൽ വന്നിട്ട് കട്ടൻ ചായ ഇടാനായിട്ട് വിറകെടുക്കാനായി വന്നപ്പോൾ അവിടെ ഒരു പാക്കിന്റെ പാക്കറ്റ് കണ്ടു. ഇതിനു മുമ്പ് പത്രോസ് കോൺസ്റ്റബിളിന് ഒരു പാക്കറ്റ് കൊടുത്തിരുന്നു. അപ്പോൾ ആ പാക്കറ്റ് ആണെന്ന് ചൊല്ലി ചന്ദ്രനെ എടുത്ത് നോക്കുമ്പോൾ പക്ഷേ ആ പാക്കറ്റിന് നല്ല പഴക്കം ചെന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പേ പത്രോസ് ഈ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് ചന്ദ്രന് ബോധ്യമാകുന്നു. ഇതിനുശേഷം ചന്ദ്രനാണെങ്കിൽ പത്രോസിന്മേൽ സംശയമുണ്ടെന്ന് എസ്ഐയോട് ചെന്ന് പറയുമ്പോൾ എസ്ഐ പറയുന്നത്, നമുക്ക് ആ സംശയങ്ങൾ മാത്രം പോരാ, നല്ല സ്ട്രോങ് എവിഡൻസ് വേണം, നീ അത് കളക്ട് ചെയ്യണം. അന്നൊരു പക്ഷേ ആ കൊലയാളി അവളെ കൊല്ലുന്നതിനിടയിൽ അവൾ അവന്റെ കയ്യിൽ കടിച്ചിട്ടുണ്ടാകണം. അപ്പോൾ അവന്റെ മുറിവിൽ നിന്ന് വന്ന ബ്ലഡ് സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്തിരുന്നു. എന്നാൽ നമുക്ക് അന്ന് സംശയം തോന്നിയ പലരുടെയും DNA ടെസ്റ്റ് ചെയ്തപ്പോൾ ആ കൊലപാതകിയുടെ DNA കണക്ട് ആകുന്നില്ലായിരുന്നു. അപ്പോൾ ചന്ദ്രൻ അതും കൂടെ നോക്കിയിട്ട് വേണം പ്രതി ആരാണെന്ന് കൺഫേം ചെയ്യണമെന്ന് എസ്ഐ ചന്ദ്രനോട് പറയുന്നു. അങ്ങനെ ചന്ദ്രൻ അതിനാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് രാത്രിയാകുമ്പോൾ പത്രോസിന് നല്ല മുളക് ചേർത്ത് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ ഇത് കഴിച്ചിട്ട് എരിവ് തോന്നിയ പത്രോസ് ആണെങ്കിൽ ചന്ദ്രന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചു. അപ്പോൾ അവന്റെ ഫിംഗർ ആ ഗ്ലാസ്സിൽ പതിയുന്നതിന് വേണ്ടിയാണ് ചന്ദ്രൻ അവന് നല്ല രീതിയിൽ എരിവ് ചേർത്ത് ചിക്കൻ കൊടുത്തത്. ഇതിനുശേഷം ചന്ദ്രൻ ആ ഫിംഗർ പ്രിന്റ് ഫോറൻസിക് ടീമിന് അയച്ചു കൊടുത്തിട്ട് ആ കൊലയാളിയുടെ ഫിംഗർ പ്രിന്റും പത്രോസിന്റെ ഫിംഗർ പ്രിന്റ് സെയിം ആണെന്ന് കണ്ടെത്തുന്നു. ശേഷം അന്ന് രാത്രിയിൽ ചന്ദ്രനാണെങ്കിൽ അവന്റെ കൈയൊക്കെ കെട്ടി അവന് നല്ല അടി കൊടുത്തിട്ട് ചോദിക്കുന്നു, നീ എന്തിനാണ് ആ പെൺകുട്ടിയെ കൊന്നത്? അപ്പോൾ പത്രോസ് പറയുന്നത് നമ്മളെ ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് കാണിക്കുന്നത്. അതായത് പത്രോസിന് കള്ളച്ചാരായ വിൽപ്പനയായിരുന്നു. പത്രോസിന്റെ കൂടെ ഒരു ഗ്യാങ് തന്നെയുണ്ട്. അപ്പോൾ ഒരു ദിവസം അവൻ കള്ളച്ചാരായം ഉണ്ടാക്കുന്നതിനിടെ പോലീസ് റെയ്ഡിന് വരുന്നു. ആ ടൈമിൽ പത്രോസും ടീമും അവിടെ നിന്ന് ഇറങ്ങി ഓടി. അങ്ങനെ ഓടി വന്ന പത്രോസ് ആണെങ്കിൽ റോസ്മേരിയുടെ വീടിന്റെ തുറന്നു കിടന്ന വാതിലിലൂടെ അടുക്കളയിൽ കയറി ഒളിച്ചു നിന്നു. ആ ടൈമിൽ അങ്ങോട്ട് വന്ന റോസ്മേരി ആണെങ്കിൽ പത്രോസിനെ കണ്ടിട്ട് അണ്ണാക്ക് വെക്കാൻ തുടങ്ങി. ഉടനെ പത്രോസ് അവളുടെ വായ്ക്ക് പൊത്തി. ഇതിനിടെ റോസ്മേരി ആണെങ്കിൽ അവന്റെ വിരലിൽ നന്നായി കടിച്ചു. ആ വേദനയിലാണെങ്കിൽ അവൻ
അവളുടെ തല ഭിത്തിയിലടിച്ചു. അതോടെ റോസ്മേരി അവിടെ മരിച്ചു വീഴുകയാണ്. എന്നാൽ റോസ്മേരിയുടെ കടിയുടെ ആഘാതത്തിൽ പത്രോസിന്റെ വിരലിൽ നിന്ന് നന്നായി ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. അവൻ ആ ബ്ലഡ് ഭിത്തിയെ തുടച്ചിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന പാക്കും തിന്നിട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഈ എവിഡൻസ് ഒക്കെ വെച്ചാണ് ചന്ദ്രൻ പത്രോസിനെ പിടികൂടിയത്. ശേഷം ചന്ദ്രനാണെങ്കിൽ അവിടെയുള്ള ഗ്രാമവാസികളോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവൻ തിരിച്ച് പാളയത്തേക്ക് പോകുന്നു. പിന്നീട് സ്വാതന്ത്ര്യ ദിനത്തിനാണെങ്കിൽ റോസ്മേരി കേസിലെ പ്രതിയെ കണ്ടെത്തിയതിനെ തുടർന്ന് മികച്ച പോലീസുകാരനുള്ള അവാർഡ് ചന്ദ്രന് ലഭിക്കുന്നു. അങ്ങനെ ചന്ദ്രൻ ദിവാസ്വപ്നം കാണാറുള്ള ആ സ്വപ്നം ഇവിടെ സഫലമാവുകയാണ്. ഇതോടുകൂടി നമ്മുടെ മൂവി ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.